സംഗമത്തിന്റെ പുണ്യമണൽ തീരങ്ങൾ 2025 ദശലക്ഷക്കണക്കിന് ഭക്തരെ കാത്തിരിക്കുമ്പോൾ മഹാകുംഭമേള മറ്റേതൊരു ആത്മീയ യാത്രയേക്കാൾ സവിശേഷമാകുമെന്ന് ഉറപ്പിച്ചു പറയാം. സ്വന്തം ഉൽപ്പത്തിയുമായി വീണ്ടും ബന്ധപ്പെടാനും സനാതനധർമ്മത്തിന്റെ കാലാതീത ജ്ഞാനം അനുഭവിക്കാനും ലൗകികതയെ മറികടന്ന ആഘോഷത്തിൽ പങ്കുചേരാനുമുള്ള ഒരു ക്ഷണമാണിത്. ബാബ ലോക്നാഥിന്റെ ദിവ്യാനുഗ്രഹം മുതൽ മഹർഷി ദുർവാസാവിന്റെ പൗരാണിക പാരമ്പര്യം വരെ, സന്യാസിമാരുടെ മാനുഷിക ബന്ധങ്ങൾ മുതൽ ജീവിത അത്ഭുതങ്ങൾ വരെ, മഹാകുംഭമേള വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഔന്നിത്യത്തിൻ്റെയും വർണ്ണചിത്രമാണ്. കുംഭമേളയെ ഒരു ചതുർതല ആഘോഷമായാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു ആത്മീയ യാത്ര, വിസ്മയകരമായ ആസൂത്രണം, സാമ്പത്തിക പ്രതിഭാസം, ആഗോള ഐക്യത്തിൻ്റെ സാക്ഷ്യം. ജീവിതത്തിൻ്റെ ശാശ്വത സത്യങ്ങൾ സ്വീകരിക്കുന്നതിനായി ജനങ്ങൾ ക്ഷണികമായ ഡിജിറ്റൽ ലോകത്തെ ഉപേക്ഷിക്കുന്ന ഒരു ആശയം മഹാകുംഭമേളയുടെ പരിവർത്തന ശക്തിയുടെ പ്രതീകമാണ്. കുംഭമേള വെറും ഒരു ചടങ്ങല്ല, അതൊരു ജീവിത രീതിയാണ്. ദിവ്യ തത്വസംഹിതയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഉത്സവം. അതിൻ്റെ ആത്മാവ് സന്യാസിവര്യന്മാരുടെയും ഋഷിമാരുടെയും ആത്മീയ ഒത്തുചേരലിലാണ്. സനാതന ധർമ്മത്തിൻ്റെ പരകോടിയായി ആദരിക്കപ്പെടുന്ന മഹാകുംഭമേള 2025 പ്രയാഗ്രാജിൽ അതിൻ്റെ മഹത്വം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. തീർത്ഥാടനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പ്രയാഗ്രാജ് നഗരം പുരാണങ്ങളുടെയും ആത്മീയതയുടെയും ചരിത്രത്തിൻ്റെയും സംഗമത്തിലൂടെ സനാതന സംസ്കാരത്തിൻ്റെ കാലാതീത രൂപമായി മാറുന്നു. ഗംഗയും യമുനയും സരസ്വതി നദിയും ഒന്നിക്കുന്ന ഈ പുണ്യഭൂമി ദിവ്യാനുഗ്രഹവും മോക്ഷവും തേടുന്ന ദശലക്ഷക്കണക്കിന് പേർക്കൊരു ആത്മീയ ആകർഷണമാണ്. ഭക്തിയുടെയും ധ്യാനത്തിൻ്റെയും ആത്മീയതയുടെയും ത്രിവേണി. പ്രയാഗ്രാജിലെ ആത്മീയ രത്നങ്ങളിലൊന്നാണ് തിരക്കേറിയ ലോക്നാഥ് പ്രദേശത്തെ പൂജനീയ ബാബ ലോക്നാഥ് മഹാദേവ ക്ഷേത്രം. കാശിയിലെ ബാബ വിശ്വനാഥിൻ്റെ പ്രതിരൂപമായി ആദരിക്കപ്പെടുന്ന ബാബ ലോക്നാഥിൻ്റെ ഈ ക്ഷേത്രം ഭക്തിയുടെ കാലാതീത പ്രതിധ്വനികളിലാൽ മുഖരിതമാണ്. സ്കന്ധപുരാണത്തിലും മഹാഭാരതത്തിലും കാണപ്പെടുന്ന സ്വയം പ്രകടമായ ശിവലിംഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അതിൻ്റെ പുരാതന വേരുകളെ കൂടി ഓർമ്മിപ്പിക്കുന്നു. ബാബ ലോക്നാഥിൻ്റെ അനുഗ്രഹം ലൗകിക ആയാസങ്ങൾ ലഘൂകരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർ മഹത്തായ കുംഭമേളയ്ക്കിടെ ദിവ്യത്വം അനുഭവിക്കുന്നതിനായി ഈ പുണ്യസ്ഥലത്തേക്ക് ഒഴുകിയെത്തും. മദൻ മോഹൻ മാളവ്യ ഉൾപ്പെടെ പ്രതിഭകളുമായുള്ള ബന്ധം ക്ഷേത്രത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ കൂടുതൽ സമ്പന്നമാക്കുകയാണ്. ശിവരാത്രിയിലെ പ്രതീകാത്മക ശിവഭാരത് ഘോഷയാത്രയും ഉജ്ജ്വലമായ ഹോളി ആഘോഷങ്ങളും പ്രയാഗ്രാജിൻ്റെ ആത്മീയ അഭിനിവേശത്തിൻ്റെ ആകർഷണീയ ചിത്രങ്ങൾക്ക് ഭംഗി കൂട്ടുകയാണ്. മഹാകുംഭമേളയുടെ ആത്മീയ നഗരത്തിൽ നാഗമഹർഷിമാരും സന്യാസിമാരും ആചാര അനുഷ്ഠാനങ്ങൾക്കും ധ്യാനത്തിനും ജ്ഞാനങ്ങൾ പങ്കിടുന്നതിനുമായി ഒത്തുചേരുന്ന അഘോര മേഖലയ്ക്ക് ഭക്തിയുടെ തുടുപ്പുകളാണ്. അവരിൽ മഹന്ത് ശ്രാവൺഗിരിയുടെയും മഹന്ത് താരാഗിരിയുടെയും കഥകൾ അതുല്യമായ ആകർഷണീയതയോടെ പ്രതിധ്വനിക്കും. ഇത്തരം ആഖ്യാനങ്ങൾ സന്യാസിമാരുടെ കഠിന ജീവിതത്തെ മാനുഷികവൽക്കരിക്കുകയും മഹാകുംഭമേളയുടെ ഉൾച്ചേർക്കലിൻ്റെ ആത്മാവിനെ അടിവരയിടുകയും ചെയ്തുകൊണ്ട് ആത്മീയതയ്ക്കും നിലനിൽപ്പിൻ്റെ ലളിതമായ സന്തോഷങ്ങൾക്കും ഇടയിലെ സാദൃശ്യങ്ങൾ പ്രകടമാക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.